ഹായ്, എല്ലാവർക്കും സോണീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളെ ശല്യം ചെയ്യുന്നില്ല കുക്കിംഗ് ഒന്നും ചെയ്ത്. സത്യത്തിൽ ഇന്ന് കുക്കിംഗ് ചെയ്യാൻ നല്ല മടിയായിട്ടിരിക്കുന്നു. കാലത്ത് കുട്ടികൾക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് ഒരു മീൻകറി വെക്കണം. എനിക്ക് നൊയമ്പില്ല എന്നുള്ള സത്യം ഞാൻ പറയട്ടെ. നൊയമ്പുണ്ട് ഇല്ല രണ്ടും പറയേണ്ട അവസ്ഥയാണ്. കാരണം ഞാൻ മീൻകറി കഴിക്കും, ബാക്കിയുള്ള ഇറച്ചി മാത്രമാണ് ഞാൻ നൊയമ്പിൽ ഉപേക്ഷിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നൊയമ്പാണെന്ന് പറയാനായിട്ട് പറ്റില്ല. ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് ഈ ഗ്യാസ് ട്രബിളിന്റെ ഒക്കെ വലിയ പ്രശ്നമുള്ള ആളാണ്. നെഞ്ചരിച്ചിലൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പയറ് കടല അങ്ങനത്തെ സാധനങ്ങളൊന്നും പറ്റില്ല. പരിപ്പില്ലാണ്ട് നമുക്ക് എങ്ങനെ കറി വെക്കാൻ പറ്റുമോ? തമ്പനയില് പറഞ്ഞിട്ടുള്ളത് വണ്ണം എങ്ങനെ കുറയ്ക്കാന്നുള്ളതാണ്. ഞാൻ വണ്ണം കുറച്ചതല്ല കേട്ടോ. എൻ്റെ അടുത്ത് പലരും എന്നെ മുൻപ് പരിചയമുള്ളവര്, അപ്പൊ മുൻപ് പരിചയമുള്ളവരെ സംബന്ധിച്ച് മുൻപ് എന്ന് പറഞ്ഞ ഒരു 10-15 വർഷം മുന്നത്തെ കാര്യമാട്ടോ പറയണേ. അന്ന് കുറച്ച് വണ്ണം ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു ഉരുളക്കിഴങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഉപ്പേരിയൊക്കെ വെച്ചിട്ട് കഴിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കും എന്ന് എനിക്കിപ്പോ തോന്നുന്നു. അന്ന് കുറച്ച് വണ്ണൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കവളൊക്കെ കുറച്ച് തൊടുത്ത് ഇന്നത്തെ പോലെയല്ല. ഇന്നിപ്പോ കണ്ടില്ലേ, കവളൊക്കെ ഒട്ടിയാകെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അതാണ് പറഞ്ഞുകൊണ്ട് വന്നത്. അതൊന്നുമല്ല, വണ്ണത്തിന്റെ കാര്യം, വണ്ണം കുറയ്ക്കുന്ന കാര്യം. ഇപ്പൊ തമ്പനയിലൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് വേറെ പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ഞാന് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യം വെച്ചിട്ടല്ല കേട്ടോ ഞാൻ പറയണത്. എനിക്ക് കാലിലൊക്കെ രാത്രിയൊക്കെ ഒരു 2 മണി 3 മണിക്കൊക്കെ ആവുമ്പോ കാലിലൊക്കെ ഭയങ്കര വേദന വന്നിട്ട് ഉറക്കൊക്കെ നഷ്ടപ്പെടും. പിന്നെ അതുകൂടാതെ എനിക്ക് ഭയങ്കര ഷോൾഡർ പെയിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് മാസങ്ങളോളായിട്ട് ഭയങ്കര ഷോൾഡർ പെയിൻ ആയിരുന്നു. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേദന എടുക്കും. അപ്പൊ ഇങ്ങനെ കൈയൊക്കെ അങ്ങനെ ഭയങ്കര എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു എനിക്ക്. പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു പെയിനാണ് ഷോൾഡറിലൊക്കെ വരുന്നത്. അപ്പൊ അതങ്ങനെ. പിന്നെ കാലിലെ വേദന, കാഴ്ച, ഈ കാണുമ്പോ എന്തോ ഒരു മങ്ങല് പോലെ, കാണാനൊക്കെ ഒരു മങ്ങല് പോലെയൊക്കെ, കാണാനില്ല എന്നല്ല പറയണത്, എന്തോ ഒരു ചെറിയൊരു മങ്ങല് പോലെയൊക്കെ ഫീൽ ചെയ്തു. അപ്പൊ അത് കണ്ടിന്യൂസ്ലി, പിന്നെ അത് മാത്രല്ല ഭയങ്കരമായിട്ട് ഗ്യാസ് ട്രബിൾ വരിക, അതും ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഡോക്ടറെ കാണാനായിട്ട് പോയി. അപ്പോൾ ഡോക്ടറോട് ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു പോയിട്ട് കൊളസ്ട്രോളും ഷുഗറും അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. തൈറോയിഡ് ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ പോയിട്ട് ഞാൻ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വന്നു. ചെക്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു തൈറോയിഡ് അല്ല, കൊളസ്ട്രോള്. അങ്ങനെ ഡോക്ടർ കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറഞ്ഞു. കൊളസ്ട്രോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ച് മരുന്നൊന്നും തന്നില്ല. അപ്പോൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കാന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ചോറും കറിയൊക്കെ തന്നെ അല്ലാണ്ട് വേറെ ബീഫ് കഴിക്കുന്നില്ല എന്ന് ഞാൻ വളരെ അപൂർവേ കഴിക്കാറുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്റെ വിചാരം ബീഫ് കഴിച്ചിട്ടായിരിക്കും ഈ കൊളസ്ട്രോൾ ഒക്കെ വരുന്നതെന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അപ്പൊ അത് ഡോക്ടർ മാറ്റി തന്നു. അതുകൊണ്ടല്ല, ഈ റൈസ് 3 നേരം കഴിക്കുന്നത് ഒഴിവാക്കുക. അപ്പൊ മാക്സിമം 1-2 തവണ അത് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഗോതമ്പിന്റെ ഭക്ഷണം, അങ്ങനെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ നന്നായി കഴിക്കുക. ഈ റൈസിന്റെ ആഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കാനാണ് പറയുന്നത്. എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ തടിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെയല്ല, കൊളസ്ട്രോൾ ഒക്കെ ആർക്കും വരാം. ഒരു 30-35 വയസ്സ് കഴിഞ്ഞവരൊക്കെ കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ആർക്കും വരാതിരിക്കട്ടെ. കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ടെൻഷനായി. അയ്യോ, കൊളസ്ട്രോൾ വന്ന് പെട്ടല്ലോ എനിക്ക്. പിന്നെ അത് കുറയ്ക്കാനുള്ള, അന്ന് മുതൽ നമ്മൾ പറയില്ലേ, ജനുവരി 1 തൊട്ടിട്ട് നമ്മൾ നന്നാവും എന്നൊക്കെ പറയുന്ന പോലെ, അന്ന് മുതലേ ഞാൻ നല്ല കുട്ടിയാവാൻ തീരുമാനിച്ചു. ചോറൊക്കെ ഉപേക്ഷിക്കാൻ തന്നെ വെച്ചു. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ ചോറ് വേണ്ടാന്ന് വെക്കുന്നത്. ഞാൻ അങ്ങനെ റൈസ് വേണ്ടെന്ന് വെച്ച് വൈകിട്ട് ചപ്പാത്തിയും അതുപോലെ തന്നെ കുക്കുംബറും സവാളയൊക്കെ ഇട്ടിട്ട് അത് കഴിക്കും. അതൊരു ബൗള് കഴിക്കും കേട്ടോ, കുറച്ചൊന്നല്ല, അത് കുറച്ചധികം കഴിക്കും. അപ്പൊ നിങ്ങൾ വണ്ണം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, കാലത്തും വൈകിട്ടും റൈസ് ഒഴിവാക്കുക. അപ്പോൾ ഞാൻ ഒരു മാസം 1 കിലോയാണ് കുറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും 2 നേരം റൈസ് ഒഴിവാക്കുകയാണെങ്കിൽ
നന്നായി ഒന്നുകൂടെ വെയിറ്റ് നന്നായി കുറയും. അപ്പോൾ കാലത്ത് ഒഴിവാക്കുക, വൈകിട്ട് ഒഴിവാക്കുക. പിന്നെ അന്ന് മുതല് ചപ്പാത്തിയും ചപ്പാത്തി വീട്ടിൽ എന്താ കറിയുള്ളതെന്ന് വെച്ചാൽ കറി കൂട്ടി തന്നെയാണ് കേട്ടോ കഴിക്കുക. 2 ചപ്പാത്തി കഴിക്കാൻ പാടുള്ളൂ, ഒരുപാടൊന്നും കഴിക്കരുത്. 2 ചപ്പാത്തി കഴിക്കുക. പിന്നെ വേണ്ടതാണ് ഒരു ബൗളില് കുക്കുംബറും സബോളയും കൂടെ ഇട്ട് അരിഞ്ഞിട്ട് അത് കഴിക്കുക. അത് കഴിക്കുമ്പോൾ അതിനോടൊപ്പം നാരങ്ങ നീരും ഉപ്പൊന്നും ചേർത്തിട്ട് കഴിക്കരുത് കേട്ടോ. അതങ്ങനെ ഒരു ബൗൾ അത് കഴിക്കാനൊന്നും അത്ര ബുദ്ധിമുട്ടില്ല, എനിക്ക് അങ്ങനെ തോന്നിയത്. പിന്നെ ഇതോടൊപ്പം ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല്, എനിക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മധുരം കഴിക്കുന്നത്. എനിക്ക് ഒരുപാട് മധുരം ഇഷ്ടമുള്ള ആളല്ല ഞാൻ. അപ്പൊ പിന്നെ എനിക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പൊ നിങ്ങൾ മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മധുരം മാക്സിമം ഒഴിവാക്കുക. ഇപ്പൊ ഒരു ചായ കുടിക്കുന്നതുകൊണ്ടല്ല, ഒരു ചായ 2 ചായ കുടിക്കുന്നതുകൊണ്ടല്ല, അല്ലാതെ എക്സ്ട്രാ മധുരമുള്ള പലഹാരങ്ങളൊന്നും കഴിക്കാതിരിക്കുക. അതും ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൊളസ്ട്രോളും കുറയും, വണ്ണും കുറയും. 2 കാര്യമാണ് കേട്ടോ. ഉണ്ണിയപ്പം തന്ന 2 കാര്യം എന്നല്ലേ പറയാം, അതുപോലെ. അപ്പൊ എല്ലാവരും അതുപോലെ ചെയ്ത് നോക്കുക. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ചിലർക്കൊക്കെ ചെറിയൊരു ഉണ്ണിവയറൊക്കെ കാണും, കുറച്ച് ചെറിയൊരു കുടവയറൊക്കെ. എനിക്ക് ഇല്ലാന്ന് തോന്നുന്നു, അറിയില്ല കേട്ടോ. കുറച്ച് വയറ്, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോ കുടവയറുള്ളവർക്ക്, ഇപ്പൊ എന്റെ ഫാമിലിയൊക്കെ അറിയുന്നവരും എന്റെ ഹസ്ബൻഡിനെയൊക്കെ അറിയുന്നവരൊക്കെ ആണെങ്കിൽ പറയും, ആദ്യം പോയിട്ട് ഹസ്ബൻഡിന്റെ വയറൊന്ന് കുറച്ച് കൊടുക്കുമെന്ന് പറയും. കാരണം ആള് നല്ല തടിയുണ്ട്, നല്ല വയറൊക്കെ ഉള്ള ആളാണ്. അപ്പൊ ഞാൻ പറയുന്നത് വയറൊക്കെ കുറയ്ക്കണം, തടിയൊക്കെ കുറയ്ക്കണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ പറയണേ. എന്റെ ഹസ്ബൻഡിന് അതൊന്നും ആഗ്രഹമുള്ള ആളല്ല. അപ്പോ അങ്ങനെ. അപ്പോ വയറ് കുറയ്ക്കാനുള്ള ഒരു ടെക്നിക്ക് എന്താന്ന് വെച്ചാല്, ചേച്ചിമാരൊക്കെ ആണെങ്കിൽ എന്നും മുറ്റൊക്കെ അടിച്ചു വരുന്നവരായിരിക്കും, വീടും മുറ്റൊക്കെ അടിച്ചു വരുമല്ലോ. അപ്പോൾ നിങ്ങൾ അടിച്ചു വരുന്ന സമയത്ത് നന്നായി കുമ്പിട്ട് നിന്നിട്ട്, ചൂലിന്റെ വേണമെങ്കിൽ ചൂലൊന്ന് ചെറുതാക്കുക. വലിയ ചൂലെടുത്തിട്ട് നിവർന്ന് നിന്ന് അടിച്ചു വരാതെ ചൂലൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് നന്നായി കുമ്പിട്ട് നിന്നിട്ട് അടിച്ചു വരാം. അപ്പോൾ അടിച്ചു വാരാൻ നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ അടിച്ചു വാരി കഴിയുമായിരിക്കും. പക്ഷെ 1/2 മണിക്കൂർ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അവിടെ അടിച്ചു വാരി കഴിഞ്ഞാൽ നിങ്ങൾ റൂമിലൊക്കെ വന്നിട്ട് കുറെ നേരം കുമ്പിട്ട് നിന്നിട്ട് അടിച്ചു വരാം. വയറുള്ളവരോടാട്ടോ പറയണേ ഞാന്. പിന്നെ ചേട്ടന്മാരെന്ത് ചെയ്യണം? ചേട്ടന്മാര് അടിച്ചു വരാറില്ലല്ലോ, ചിലരൊക്കെ ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല. അപ്പൊ നിങ്ങള് ഒരു എക്സസൈസ് പോലെ ഒരു 1/2 മണിക്കൂർ ചൂലെടുത്ത് അടിച്ചു വാരി നോക്കൂ. കുമ്പിട്ട് നിന്ന്, അത് നന്നായി കുമ്പിട്ട് നിന്നിട്ട് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വയറ് കുറയും. അപ്പോ 3 കാര്യങ്ങൾ പറഞ്ഞു: വയറ് കുറയാനുള്ളതും, വണ്ണം കുറയാനുള്ളതും, കൊളസ്ട്രോൾ കുറയാനുള്ളതും. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഭക്ഷണം നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് ഒരിക്കലും തടി കുറയ്ക്കാനായിട്ട് നോക്കരുത്. കാരണം ഭക്ഷണം വേണ്ടാന്ന് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ അസുഖങ്ങൾ ചിലപ്പോൾ വരും അതിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഭക്ഷണം വേണ്ടാന്ന് വെച്ചിട്ടല്ല നമ്മൾ ഒരിക്കലും വണ്ണം കുറയ്ക്കേണ്ടത്, ഭക്ഷണം കഴിച്ചിട്ടാണ് വണ്ണം കുറയ്ക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. വണ്ണം കുറയ്ക്കാനല്ല പാട്, വണ്ണം കൂട്ടാനാണ് പാട്. ഞാൻ അതിനൊരു കാര്യം പറയാം. ഇപ്പോൾ എനിക്ക് വണ്ണമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണേന്ന് നിങ്ങൾക്ക് തോന്നും. അല്ല, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇപ്പോൾ ഒരു നമ്മുടെ വയറിനകത്ത് ഞങ്ങൾ വണ്ണമില്ലാത്ത ആളുകൾ കുറച്ച് ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും കഴിക്കുന്നു. അപ്പോൾ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ വയറ് ഫുള്ളായി. പിന്നെ അങ്ങോട്ട് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അത് ഛർദിക്കാൻ വരും നമുക്ക്. പക്ഷെ വണ്ണമുള്ളവരെ സംബന്ധിച്ച് അവരുടെ ശരീരം അവർക്ക് റെഡിയാണ്, വണ്ണം കുറയ്ക്കാനായിട്ട് ശരീരം റെഡിയാണ്. നിങ്ങളുടെ മനസ്സ് മാത്രം ഒന്ന് മാറ്റിയെടുത്താൽ മതി. നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുക, ഞാൻ അത് കഴിക്കില്ല ഇത് കഴിക്കില്ല എന്ന് നിങ്ങളുടെ മനസ്സ് വിചാരിച്ചാൽ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ എക്സസൈസും കൂടി ചെയ്താലും നല്ല മാറ്റം ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ തടിയും കുറയും, നിങ്ങളുടെ കൊളസ്ട്രോളും കുറയും, വയറും കുറയും. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും ദൈവാനുഗ്രഹത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. താങ്ക് യു.